നമസ്കാരം. നമസ്തേ. ഇപ്പം ഏറ്റവും അപ്ഡേറ്റ് ആയ ഒരു വാർത്ത, ഇന്ത്യ സ്വന്തമായി ഒരു എയർ ഇൻഡിപെൻഡൻറ്റ് പ്രൊപ്പൽഷൻ ക്രിയേറ്റ് ചെയ്തു എന്നുള്ളൊരു ഇത് വരുന്നുണ്ട്. അതിപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സബ്മറൈൻസിനൊക്കെ സാധാരണ ഒന്ന് രണ്ട് ഇത് കഴിഞ്ഞാൽ ഓക്സിജൻ എടുക്കാൻ വേണ്ടി പുറത്തോട്ട് പൊന്തി വരേണ്ട ഒരു അവസ്ഥ ഉണ്ട്. ഇപ്പം നിലവിലെ ഈ ഒരു എയർ ഇൻഡിപെൻഡൻറ്റ് പ്രൊപ്പൽഷൻ വരുന്നത് കൊണ്ട് ഏകദേശം 2 ആഴ്ച വരെ കടലിനടിയിൽ നങ്കൂരം ഇട്ട് കിടക്കാൻ പറ്റും എന്നുള്ള തരത്തിലൊക്കെയാണ് അതിൻ്റെ വാർത്തകൾ വരുന്നത്. അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ഇന്ത്യ ഇത് പിന്നെ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്താണ്? മറ്റ് ഏതൊക്കെ രാജ്യങ്ങൾക്കാണ് നിലവിൽ ഈ ഒരു സിസ്റ്റം ഉള്ളത്? പരമ്പരാഗത അന്തർവാഹിനികളെ, അതായത് ഡീസൽ ഇലക്ട്രിക് എഞ്ചിനുകൾ ഉപയോഗിക്കുന്ന അന്തർവാഹിനികളെ, ഏതാണ്ട് ആണവ അന്തർവാഹിനികളെ പോലൊന്നും ഇല്ലെങ്കിലും ഒരു 2 ആഴ്ചയൊക്കെ കടലിനടിയിൽ പതുങ്ങി കിടക്കാൻ അനുവദിക്കുന്ന, സ്വന്തമായിട്ട് കെമിക്കൽ പ്രോസസ്സിലൂടെ ഓക്സിജൻ നിർമ്മിക്കാൻ സാധിക്കുന്ന ഒരു ടെക്നോളജിയാണ് എയർ ഇൻഡിപെൻഡൻറ്റ് പ്രൊപ്പൽഷൻ എന്ന് പറയുന്നത്. ഇത് ഇപ്പോഴത്തെ ഒരു അന്തർവാഹിനിക്ക് ഏറ്റവും ആവശ്യമുള്ളത് അത് ശത്രുവിൻ്റെ കണ്ണുകളിൽ നിന്നും മറഞ്ഞു കിടക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ അന്തർവാഹിനിയെ ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട്, അതായത് അതിൻ്റെ സാന്നിധ്യം അറിയാനായിട്ട് ഇപ്പോൾ ആധുനിക ലോകത്ത് ഒരുപാട് ടെക്നോളജികളുണ്ട്. അതുണ്ടാക്കുന്ന ശബ്ദം, അക്യൂസ്റ്റിക് സിഗ്നേച്ചർ എന്ന് പറയുന്നത് തിരിച്ചറിയാൻ പറ്റുന്ന ഉപകരണങ്ങളുണ്ട്. റഡാർ വഴി അന്തരീക്ഷത്തിൽ പറക്കുന്ന ഒരു വിമാനത്തിൽ, അതായത് ഇപ്പോൾ P-8 പൊസൈഡൺ എന്നൊക്കെ പറയുന്ന വിമാനങ്ങൾ ഒരു ഭൂമിയിൽ നിന്നും ഒരു 35,000 അടിയൊക്കെ ഉയരത്തിൽ പറക്കുന്ന ഒരു വിമാനത്തിന് കടലിനടിയിൽ കൂടെ പോകുന്ന ഒരു അന്തർവാഹിനി, അതിൻ്റെ റഡാറുകൾ, സിന്തറ്റിക് അപ്പർച്ചർ റഡാറുകളൊക്കെ ഉപയോഗിച്ച് വളരെ കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതല്ലെങ്കിൽ കടലിൻ്റെ അടിത്തട്ടിലേക്ക് പോകണം. അങ്ങനെ പോകണമെങ്കിലും അതിൻ്റെ ശബ്ദം, അക്യൂസ്റ്റിക് സിഗ്നേച്ചർ ആവട്ടെ, അതല്ലെങ്കിൽ അതിൽ നിന്ന് വരുന്ന ചൂട്, അത് ഇൻഫ്രാറെഡ് സെൻസറുകൾ ഉപയോഗിച്ച് അത് പിടിച്ചെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഇതിൻ്റെയൊക്കെ എൻജിൻ പ്രവർത്തിക്കുമ്പോൾ ഈ പുറത്തേക്ക് തള്ളുന്ന കാർബൺ മോണോക്സൈഡ് പോലുള്ള വാതകങ്ങൾ, അതൊക്കെ ചെറിയ കുമിളകളായിട്ട് വരും. ഈ കുമിളകൾ ഇങ്ങനെ കടലിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ നിരന്തരം വന്നുകൊണ്ടിരുന്നാൽ ഒന്നുകിൽ അവിടെ എന്തെങ്കിലും മത്സ്യം ഉണ്ടെന്ന്, വലിയ മത്സ്യങ്ങളുണ്ടെന്നോ, അതല്ലെങ്കിൽ മറ്റെന്തോ ഉപകരണം ഉണ്ടെന്നോ ഉള്ളത് ശത്രുവിന് മനസ്സിലാവും. പെട്ടെന്ന് തന്നെ അത് അന്തർവാഹിനിയാണെന്ന് മനസ്സിലാക്കാൻ റഡാർ ഉപയോഗിക്കാം. അപ്പോൾ ഒരുപാട് ടെക്നോളജികൾ ഒരു റഡാറിനെ ഡിറ്റക്ട് ചെയ്യാനുണ്ട്. അതുപോലെ ഞാനീ പറഞ്ഞ പൊസൈഡോൺ വിമാനത്തിലോ അല്ലെങ്കിൽ MH-64 ഒക്കെ, അതും അല്ലെങ്കിൽ പ്രൊഡേറ്റർ MQ-9B ഡ്രോണുകൾ, ഇതിലൊക്കെ മിസൈലുകൾ ഉണ്ടാവും. ആ മിസൈലുകൾ കടലിലേക്ക് പ്രയോഗിക്കും. അപ്പോൾ ആധുനിക യുദ്ധതന്ത്രത്തിൽ, അതുപോലെ വാർ ഡോക്ട്രൈൻസിൽ ഈ സ്റ്റെൽത്ത് അല്ലെങ്കിൽ ഒരു വലിയ ഘടകമാണ്. അത് അന്തർവാഹിനികളിലും, വിമാനങ്ങളിൽ മാത്രമല്ല, അന്തർവാഹിനികളിലും അതുപോലെ യുദ്ധക്കപ്പലുകളിലും അതുപോലെ തന്നെ എല്ലാ മേഖലയിലും അതിന് വലിയ പ്രാധാന്യമുണ്ട്. അത് ഉറപ്പാക്കുന്ന ഒരു ടെക്നോളജിയാണ് എയർ ഇൻഡിപെൻഡൻറ്റ് പ്രൊപ്പൽഷൻ. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അത് സ്വന്തമായിട്ട് ഒരു അന്തർവാഹിനിക്കുള്ളിൽ അത് ഓക്സിജൻ നിർമ്മിക്കുകയാണ് അത് പ്രധാനപ്പെട്ട. അതായത് ഈ എഞ്ചിനുകൾ പ്രവർത്തിക്കണമെങ്കിൽ, ഫ്യൂവൽ കത്തണമെങ്കിൽ ഓക്സിജൻ്റെ ആവശ്യമുണ്ട്. ഒരു ഡീസൽ സബ്മറീൻ പ്രവർത്തിക്കണമെങ്കിൽ നമുക്കറിയാം അതിന് ഓക്സിജൻ ആവശ്യമുണ്ട്. എങ്ങനെ ഓക്സിജൻ എടുക്കും? അത് മുകളിൽ വന്നിട്ട് അല്ലെങ്കിൽ ഒരു കുഴലുണ്ട്, സ്നോർക്കൽ എന്ന് പറഞ്ഞ്, ഈ കുഴൽ ഉപയോഗിച്ച് അന്തരീക്ഷത്തിലെ വായു വലിച്ചെടുത്തിട്ട് അതിൽ നിന്ന് ഓക്സിജൻ സെപ്പറേറ്റ് ചെയ്യും. ഈ അന്തർവാഹിനിയിലെ നാവികർക്കുള്ള ഓക്സിജൻ മറ്റൊരു രീതിയിലാണ്. കടലിൽ നിന്ന് തന്നെ വെള്ളം വലിച്ചെടുത്ത് അത് ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് വേർപെടുത്തി ആണ് അത് ചെയ്യുന്നത്. പക്ഷേ എൻജിൻ പ്രവർത്തനത്തിന് അതിലധികം ഓക്സിജൻ ആവശ്യമുണ്ട്. അത് കടലിൻ്റെ മുകൾത്തട്ടിൽ വന്ന് ഈ ഓക്സിജൻ കളക്ട് ചെയ്യും. ഇത് ശത്രുക്കൾക്ക് ഈ അന്തർവാഹിനിയെ കണ്ടെത്താനുള്ള വളരെ എളുപ്പത്തിലുള്ള ഒരു അവസരമാണ്. ഇങ്ങനെയുള്ള ഒരു ഇടയ്ക്കിടയ്ക്ക് പൊന്തി വരിക കടലിൻ്റെ മുകളിലേക്ക്. അപ്പോൾ അത് ഒഴിവാക്കി ഒരു 2 ആഴ്ചയൊക്കെ തുടർച്ചയായിട്ട് കടലിനടിയിൽ കിടക്കാൻ ഈ എയർ ഇൻഡിപെൻഡൻറ്റ് പ്രൊപ്പൽഷനെ കുറിച്ച് സാധിക്കും. ഇപ്പം നമ്മൾ ആദ്യം അതിനെക്കുറിച്ചൊരു പൊതുവിവരണം നൽകി. ഇനി ആ മേഖലയിലെ ഏതൊക്കെ രാജ്യങ്ങളാണുള്ളത്, ഇന്ത്യ സ്വന്തമായിട്ട് എടുത്തു എന്ന് നമ്മൾ പറയുമ്പോൾ എങ്ങനെ, അതിൻ്റെ പ്രത്യേകതകൾ എന്താണ്, അതുകൂടെ ഒന്ന് പരിശോധിക്കാം. എയർ ഇൻഡിപെൻഡൻറ്റ് പ്രൊപ്പൽഷൻ ടെക്നോളജി ചൈന, അതുപോലെ റഷ്യ,
ജർമ്മനി, പിന്നെ ഫ്രാൻസ്, US ഈ രാജ്യങ്ങളാണ് സ്വന്തമായിട്ട് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. UK ഉണ്ട് അത്, പക്ഷേ US ടെക്നോളജി ഷെയർ ചെയ്തതാണെന്നാണ് അഭിപ്രായപ്പെടുന്നത്. ചൈനീസ് ടെക്നോളജി പാകിസ്ഥാന് AIP യൂണിറ്റുകൾ ചൈന കൊടുത്തിട്ടുണ്ട്. അത് കാരണം ടെക്നോളജി ട്രാൻസ്ഫർ ഇല്ലെങ്കിലും പാകിസ്ഥാന്റെ പരമ്പരാഗത അന്തർവാഹിനികളിൽ ചിലതൊക്കെ AIP ഫിറ്റ് ചെയ്തിട്ടുള്ളതാണ്, AIP സിസ്റ്റം ഫിറ്റ് ചെയ്തിട്ടുള്ളതാണ്, എയർ ഇൻഡിപെൻഡൻറ്റ് പ്രൊപ്പൽഷൻ സിസ്റ്റം ഫിറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇന്ത്യയുടെ ഒരു പരിമിതി, ഇന്ത്യയുടെ പരമ്പരാഗത അന്തർവാഹിനികൾ ഒന്നും തന്നെ ഈ AIP ഫിറ്റ് ചെയ്തിട്ടില്ല. അത് കാരണം അത് കുറച്ചുകൂടി ശബ്ദം സൃഷ്ടിക്കുകയും അത് കുറച്ചുകൂടെ റിസ്ക് ഉള്ളതുമാണ്. ഇത് ദൗർഭാഗ്യവശാൽ അന്തർവാഹിനികളുടെ കാര്യത്തിൽ ഇന്ത്യ വലിയൊരു ശ്രദ്ധ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യ വാർഷിപ്പുകളുടെ കാര്യത്തിൽ വളരെ മുന്നേറിയിട്ടുണ്ട്. ഇപ്പം സ്റ്റെൽത്ത് ഫ്രിഗേറ്റുകൾ, സ്റ്റെൽത്ത് ഡിസ്ട്രോയർ, ഇപ്പോൾ കൊൽക്കത്ത ക്ലാസ് അല്ലെങ്കിൽ വിശാഖപട്ടണം ക്ലാസ് ഡിസ്ട്രോയറുകൾ, അതൊക്കെ നമ്മുടെ അത്യന്താധുനിക ഡിസ്ട്രോയറുകളാണ്. പക്ഷേ ഈ ചൈനയും ഇന്ത്യയും തമ്മിൽ മതി കമ്പയർ ചെയ്യുന്നത്. പാകിസ്ഥാൻ അന്തർവാഹിനിയുള്ള ഒരു 6-7 എണ്ണത്തിൽ കൂടുതലൊന്നുമില്ല. ഇന്ത്യക്ക് ഒരു 20ഓളം എണ്ണമുണ്ട്. പക്ഷെ നമ്മൾ ചൈനയായിട്ട് നോക്കുമ്പോൾ ചൈനയ്ക്ക് 45-ലധികം ഉണ്ട്. അപ്പോൾ നമ്മൾ ചൈനയുടെ വളരെ പിറകിലാണ്. ഈ ചൈനയുടെ എല്ലാ അന്തർവാഹിനികളും AIP ഘടിപ്പിച്ചതാണ്. ഇപ്പം ചൈന ഈ മേഖലയിൽ നമ്മളെക്കാൾ വളരെ മുന്നിലാണ്. ഇതൊരു വല്ലാത്ത ബുദ്ധിമുട്ടാണ് ഇന്ത്യക്ക്. പിന്നെ ഇന്ത്യക്കുള്ള ഒരു അഡ്വാൻറ്റേജ്, ഇന്ത്യ തദ്ദേശീയമായിട്ട് ഇപ്പോൾ അണുശക്തി കൊണ്ട് പ്രവർത്തിക്കുന്ന അന്തർവാഹിനികൾ നിർമ്മിക്കുന്നുണ്ട്. അരിഹന്ത് ക്ലാസ് എന്ന് പറയുന്നത് നമ്മൾ സ്വന്തമായിട്ട് നിർമ്മിക്കുന്നതാണ്. പക്ഷേ അമേരിക്കയുടെ അണുശക്തി കൊണ്ട് പ്രവർത്തിക്കുന്ന അന്തർവാഹിനികളെക്കാൾ ചെറുതാണിത്. ഇതിൻ്റെ ഒരു മാക്സിമം വെയിറ്റ് എന്നൊക്കെ പറയുന്നത് ഒരു 7500 ടണ്ണൊക്കെയാണ്. പക്ഷെ അമേരിക്കയുടെ പല ആണവ അന്തർവാഹിനികളും അതെല്ലാം തന്നെ 15000 ടണ്ണിൻ്റെയൊക്കെ, നമ്മുടെ അന്തർവാഹിനിയുടെ ഇരട്ടി വലിപ്പമൊക്കെ ഉള്ളതാണ് US അന്തർവാഹിനികൾ. ചൈനയ്ക്കും 10000 ടണ്ണിന് മേളിൽ ഭാരമുള്ള അന്തർവാഹിനികളാണ് ചൈനയുടേത്. അത് മറികടക്കാനായിട്ട് നമ്മൾ S5 ക്ലാസ് എന്ന് പറഞ്ഞിപ്പോൾ നിർമ്മാണം തുടങ്ങിയിട്ടുണ്ട്. അത് 13500 ടൺ ഡിസ്പ്ലേസ്മെന്റ് ഉള്ള വലിയ അന്തർവാഹിനികളാണ്. അപ്പോൾ നമുക്ക് AIPയിലോട്ട് തിരിച്ചു വരാം. ഈ AIP ടെക്നോളജി പല രീതിയിൽ, ഞാൻ പറഞ്ഞല്ലോ, കെമിക്കൽ പ്രോസസ്സിലൂടെ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുകയാണ്. അതിൽ ഫ്യൂവൽ സെൽ ടെക്നോളജി എന്ന ഒരു പ്രത്യേക ടെക്നോളജിയാണ് ഇന്ത്യ ഡെവലപ്പ് ചെയ്തത്. അത് ഈ മേഖലയിലെ ഏറ്റവും മികച്ച ടെക്നോളജി തന്നെയാണെന്നാണ് ഈ പ്രതിരോധ വിദഗ്ധരെ അഭിപ്രായപ്പെടുന്നത്. ഇത് ടെക്നോളജി വികസിപ്പിച്ചത് DRDO അതായത് ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ആണെങ്കിലും ഇത് നിരവധി കമ്പനികൾക്ക് ഇതിൻ്റെ യൂണിറ്റുകൾ നിർമ്മിക്കുകയും പിന്നീട് ഇതെല്ലാം അസംബിൾ ചെയ്തിട്ട് ഇത് അന്തർവാഹിനിയിൽ ഘടിപ്പിക്കുക, ആ രീതിയിലാണ് ഇവിടെ. അതായത് പൊതുമേഖലയുടെയും സ്വകാര്യ മേഖലയുടെയും ഒരുമിച്ചുള്ള പ്രവർത്തന ഫലമായിട്ടാണ്. ഒരുപക്ഷെ ഇന്ത്യക്ക് ഈ ഒരു അച്ചീവ്മെന്റ് നേടാൻ ഇപ്പോൾ കഴിഞ്ഞത് തന്നെ ഇത്തരം ഒരു മോഡൽ കൊണ്ടാണ് എന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. അതായത് പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ. ഇപ്പൊ US-ന്റെ എല്ലാ പ്രോജക്റ്റുകളും ഈവൻ അവരുടെ ഏറ്റവും മികച്ച ഭൂഖണ്ഡാന്തര മിസൈലുകൾ പോലും, അതായത് മിനറ്റ് മാൻ എന്നൊക്കെ പറയുന്ന മിസൈലുകൾ പോലും സ്വകാര്യ മേഖലയാണ് നിർമ്മിക്കുന്നത്. അത് ലോക്ഹീഡ് മാർട്ടിൻ അല്ലെങ്കിൽ ബോയിങ്, അങ്ങനെ നിരവധി കമ്പനികളുണ്ട്. അപ്പോൾ ജർമ്മനിയുടെ ആണെങ്കിലും ഈ മേഖലയിലെ ഏറ്റവും മികച്ച, അവിടെ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ചത് കമ്പനികളിലൊന്നും സ്വകാര്യ കമ്പനിയാണ് തൈസൺ ഗ്രൂപ്പ് എന്ന് പറയും. തൈസൺ ഗ്രൂപ്പുമായിട്ട് ചേർന്നിട്ടാണ് നമ്മളിപ്പം 6 അന്തർവാഹിനികൾ നിർമ്മിക്കാൻ പോവുകയാണ്. അത് നിർമ്മിക്കുമ്പോൾ തന്നെ അതിൽ AIP സിസ്റ്റം ഉണ്ടായിരിക്കും. അതിന് മൊത്തത്തിൽ വരുന്ന ഒരു ചെലവ് ഏതാണ്ട് 90000 കോടി രൂപയൊക്കെയാണ്. ഏതാണ്ട് 1,00,000 കോടി രൂപ എന്ന് വേണമെങ്കിൽ നമുക്ക് കൂട്ടാം. അത്ര വലിയ ചെലവാണ്. പക്ഷെ തദ്ദേശീയമായിട്ട് നിർമ്മിച്ച ഈ AIP ടെക്നോളജി നിശ്ചയമായിട്ടും നമുക്ക് ലോക്കൽ, ഇവിടെ നമ്മുടെ കൈവശമുള്ള അന്തർവാഹിനികളിൽ റിട്രോ ഫിറ്റിംഗ് എന്ന് പറയും. അതായത് അത് അതിൽ ഈ AIP ടെക്നോളജി ഫിറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിർമ്മിക്കുന്നത്, ഇപ്പോൾ ആദ്യമായിട്ട് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറഞ്ഞാൽ ഈ ലിക്വിഡ് ഓക്സിജൻ മോഡ്യൂൾ എന്ന് പറയും. ആ മോഡ്യൂള് അതിൽ ശേഖരിച്ച് വെക്കുന്നുണ്ട് ഓക്സിജൻ ലിക്വിഡ് ആക്കിയിട്ട്. അതിന് ക്രയോജനിക് ടാങ്കുകൾ വേണം. അപ്പോൾ ഈ കെമിക്കൽ പ്രോസസ്സിലൂടെ ഈ ഓക്സിജൻ ശ്വസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുമ്പോൾ
അതിൽ പിന്നെ ഈ ലിക്വിഡ് ഓക്സിജൻ സൂക്ഷിക്കുന്ന ടാങ്കുകളുണ്ട്. ആ ടാങ്ക് പിന്നെ നിർമ്മിച്ച് അത് വലിയൊരു ടെക്നോളജിക്കൽ തലവേദനയാണ്. കാരണം നമ്മുടെ ഈ റോക്കറ്റ് എഞ്ചിനുകളിലെ പോലെ തന്നെ ക്രയോജനിക് ടെക്നോളജിയാണ് അവിടെ യൂസ് ചെയ്യുന്നത്. ആ ക്രയോജനിക് ഈ ലിക്വിഡ് ഓക്സിജൻ സൂക്ഷിച്ചു വെക്കുന്ന ടാങ്കുകൾ അത് കൃത്യമായിട്ട് നിർമ്മിക്കുക എന്നുള്ളത് ഒരു തലവേദനയാണ്. അത് ഇനോക്സ് CVA എന്നൊരു സ്വകാര്യ കമ്പനിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിൻ്റെ പിന്നെ ലാബ് ടെസ്റ്റുകളെല്ലാം തന്നെ വളരെ വിജയകരമായിട്ട് അവർ പൂർത്തിയാക്കി. അത് ഇനിയും ഈ സബ്മറീൻ ഗ്രേഡ് മാനുഫാക്ചറിങ്ങിന് വേണ്ടി L&T ലാർസൻ ആൻഡ് ട്യൂബ്രോ ആണ് അവർക്ക് കൈമാറി കഴിഞ്ഞു ഈ അടുത്ത ദിവസം. അപ്പോൾ ഈ ഫ്യൂവൽ സെൽ ടെക്നോളജിയിലെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ലിക്വിഡ് ഓക്സിജനും ലിക്വിഡ് ഹൈഡ്രജനും അതുണ്ടാക്കും. അത് സബ്മറീനിൽ തന്നെ ഉണ്ടാക്കുന്നു. അപ്പോൾ അത് പിന്നെ അതിൽ ലിക്വിഡ് ഫ്യൂവൽ സെൽ ഒരു സെക്കൻഡ് ഫ്യൂവൽ സെൽ ടെക്നോളജിയിൽ ഇത് അന്തർവാഹിനിയിൽ തന്നെ ഉണ്ടാക്കുക. അവിടെ ലിക്വിഡ് ഹൈഡ്രജൻ മാത്രം സൂക്ഷിച്ചാൽ മതി. ലിക്വിഡ് ഓക്സിജൻ നമ്മൾ തന്നെ ഉണ്ടാക്കും. അങ്ങനെ ഉണ്ടാക്കുന്ന ഓക്സിജനാണ് ഈ ടാങ്കുകളിലേക്ക് അന്തർവാഹിനിയിലെ ടാങ്കുകളിലേക്ക് സൂക്ഷിച്ചു വെക്കും. അത് നിർമ്മിച്ചിട്ട് അങ്ങനെയുള്ള ഫോസ്ഫോറിക് ആസിഡിൽ നിന്നാണ് ഇത് നിർമ്മിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള ഈ ടെക്നോളജി പൂർണ്ണമായിട്ടും നമ്മൾ ഈ വർഷം അവസാനത്തോടു കൂടി ഇതിൻ്റെ ഇൻ്റഗ്രേഷൻ വിവിധ യൂണിറ്റുകൾ ഞാൻ പറഞ്ഞതുപോലെ ലാർസൻ ആൻഡ് ട്യൂബ്രോ ഇപ്പം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായ ക്രയോജനിക് ടാങ്കുകൾ നിർമ്മിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് ലാർസൻ ആൻഡ് ട്യൂബ്രോ മെയിൻ സിസ്റ്റവുമായിട്ട് ഘടിപ്പിക്കും. അങ്ങനെ ഘടിപ്പിച്ചിട്ട് INS ഖന്തേരി എന്ന ഇന്ത്യയുടെ ഒരു പരമ്പരാഗത അതിന് സ്കോർപിയോ ക്ലാസ് സബ്മറീൻ എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള സ്കോർപിയോ ക്ലാസ് സബ്മറീനിൽ അത് റിട്രോഫിറ്റ് ചെയ്യുകയാണ്. ഈ പുതുതായിട്ടുണ്ടാക്കിയ AIP സിസ്റ്റം സ്കോർപിയോ ക്ലാസ് സബ്മറീൻ അന്തർവാഹിനിയിൽ അത് ഫിറ്റ് ചെയ്യും. അത് ഈ വർഷം ഒടുവിൽ പരമാവധി ഡിസംബർ എന്ന ഒരു ഡെഡ് ലൈൻ വെച്ചിട്ടുണ്ട്. ഈ വർഷം ഒടുവിൽ തന്നെ അത് ഫിക്സ് ചെയ്യും. അതായത് ഈ പരീക്ഷണങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഫാക്ടറി ടെസ്റ്റുകളാണ് നടത്തിയത്. ആ ഫാക്ടറി ടെസ്റ്റിലെല്ലാം തന്നെ ഇത് പൂർണ്ണ വിജയമായിരുന്നു. ഒരു ടെക്സ്റ്റ് ബുക്ക് പെർഫോമൻസ് ആയിരുന്നു എന്നാണ് പറയുന്നത്. അതിൻ്റെ ഫാക്ടറി അക്സെപ്റ്റൻസ് ടെസ്റ്റ് എന്ന് പറയുന്നതിൽ സാധാരണഗതിയിൽ പരിശോധിക്കുന്നത് ഇതിൻ്റെ ഡിസൈൻ റോബസ്റ്റ്നെസ്, സേഫ്റ്റി, പിന്നെ പ്രോട്ടോകോൾ അനുസരിച്ച് ഈ യൂണിറ്റിന് പെർഫോം ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പോൾ അതെല്ലാം പരിപൂർണമായ വിജയമായിരുന്നു. ഇനി ഒരു റിയൽ സബ്മറൈനിലെ ഒരു പ്ലാറ്റ്ഫോമിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് അത് സമുദ്രത്തിൻ്റെ അടിയിലെ, കാരണം അവിടെ ചെല്ലുമ്പോൾ ഭൂമിയിലെ പ്രഷറല്ല, ഓക്സിജൻ്റെ അവൈലബിലിറ്റി വളരെ കൃത്യമായിരിക്കും അവിടെ. അപ്പോൾ റിയൽ ലൈഫ് കണ്ടീഷൻസിൽ അത് ടെസ്റ്റ് ചെയ്യും. ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഫുൾ യൂണിറ്റ് 2026 ഡിസംബറിന് മുമ്പായിട്ട് അന്തർവാഹിനിയിൽ INS ഖണ്ടേരി എന്ന അന്തർവാഹിനിയിൽ ഘടിപ്പിച്ചിട്ട് സീ ട്രയലുകൾ നടത്തും. സീ ട്രയലുകൾ നടത്തി കഴിഞ്ഞാൽ ഇത് കമ്മീഷൻ ചെയ്യുന്നതിന് 2027 പകുതിയോടുകൂടി കമ്മീഷൻ ചെയ്യും എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഈ എനർജി മൊഡ്യൂള് ഇത് വളരെ വിജയകരമായിട്ട് അതിൻ്റെ പകുതി ഭാഗം പൂർത്തിയായി. യഥാർത്ഥത്തിൽ അതിൻ്റെ പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ് ഇപ്പോൾ നമ്മൾ വിജയകരമായിട്ട് പൂർത്തിയാക്കിയിരിക്കുന്നത്. ഉണ്ടാക്കുന്ന ലിക്വിഡ് ഓക്സിജൻ ശേഖരിച്ച് വെക്കാനുള്ള ഒരു ടാങ്ക്. ആ ടാങ്ക് വളരെ പെർഫെക്റ്റായിട്ടും വളരെ സേഫ്റ്റി ഉറപ്പുവരുത്തിയും നിർമ്മിച്ചു കഴിഞ്ഞിരിക്കുന്നു. വരും ദിവസങ്ങളിൽ ഈ മേഖലയിൽ കൂടുതൽ സംഭവവികാസങ്ങൾ ഉണ്ടാകുമ്പോൾ, കൂടുതൽ AIP ടെക്നോളജിയുടെ പരീക്ഷണങ്ങളൊക്കെ നടക്കുമ്പോൾ അത്തരം വിശദാംശങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും പ്രേക്ഷകരെ സമീപിക്കാം. അതുവരെ ഒരിക്കൽ കൂടി എല്ലാവർക്കും നമസ്കാരം.